നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സ്ഥലത്തെ നമുക്ക് പ്രയോജനപ്പെടുത്തി ഇവിടെ ഒരു സ്റ്റേഡിയം ആക്കി കഴിഞ്ഞാൽ ഒരു 3-4 കിലോമീറ്റർ മാത്രമാണ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ അത്തരമൊരു അവസ്ഥയിൽ കുറക്കാലമായി മനസ്സിലാഗ്രഹിച്ച ഒരു പദ്ധതി മറ്റു പല MLA-മാരും 2-3 വർക്കൊക്കെയാണ് ഈ 7 കോടി ഉറുപ്പികയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 7 കോടി ഉറുപ്പിക പൂർണ്ണമായും ഒരു പ്രോജക്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല സ്റ്റേഡിയം മാത്രമല്ല കൂടുതൽ സ്ഥലമുള്ളതുകൊണ്ട് ഭാവിയിൽ വല്ല എക്സ്പാൻഷൻ വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ചും പിന്നീട് ആലോചിക്കാം. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്റ്റ് നമ്മൾ കൊടുക്കാൻ തയ്യാറായത്. എന്തായാലും അത് അംഗീകരിച്ചു വന്നു. അതിൻ്റെ ബന്ധപ്പെട്ട ഇറിഗേഷന് തന്നെ സ്ഥലമായതുകൊണ്ട് സ്ഥലത്തിന് വേണ്ടി വേറെ എവിടെയും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല പാലക്കാട്ടിലെ സ്റ്റേഡിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡോർ സ്റ്റേഡിയം കെട്ടിയിട്ടുണ്ട്. അത് പല സാങ്കേതിക പ്രശ്നത്തിൻ്റെ പേരിൽ അതിപ്പോഴും ഒരുതരം സ്കെൽട്ടനായിട്ട് അവിടെ നിൽക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയമാണ്. നമ്മുടെ സ്റ്റേഡിയം മലമ്പുഴയിൽ ജലസേചന പദ്ധതിയുടെ സ്റ്റേഡിയം നിർമ്മാണ ഉദ്ഘാടനം നടത്തി. നവകേരള പദ്ധതിയിൽ നിർദ്ദേശിക്കപ്പെട്ട മലമ്പുഴയിൽ ജലവിഭവ സ്ഥലത്ത് നിർമ്മിക്കുന്ന സ്റ്റേഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാണെന്ന് എ. പ്രഭാകരൻ MLA പറഞ്ഞു. ഓരോ മണ്ഡലത്തിലും വികസന ചെലവിനായി സർക്കാർ 7 കോടി വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ പല MLA-മാരും 7 കോടി പലവിധ പദ്ധതികൾക്കായിട്ടാണ് ചെലവഴിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മലമ്പുഴയിൽ ഒറ്റ പദ്ധതിക്കായിട്ടാണ് 7 കോടി ചെലവഴിക്കുന്നതെന്നും അദ്ദേഹം അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. മലമ്പുഴ ജലസേചന പദ്ധതിയുടെ സ്റ്റേഡിയം നിർമ്മാണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനിലായി നിർവഹിച്ചു. വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമികൾ ജനകീയ ആവശ്യങ്ങൾക്കും വരുമാന മാർഗങ്ങൾക്കുമായി ഉപയോഗിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ശിരുവാണി പ്രൊഡക്റ്റ് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ CV സുരേഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2024-25 സംസ്ഥാന ബഡ്ജറ്റിൽ 7 കോടി രൂപ വകയിരുത്തി മലമ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഇറിഗേഷൻ ഗ്രൗണ്ടിലെ ഏകദേശം 6 ഏക്കറോളം വരുന്ന വിശാലമായ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 2500 പേർക്ക് ഒരേ സമയം കളി കാണാൻ സാധിക്കുന്ന മൾട്ടി ലെവൽ ഗാലറിയാണ് ഒരുക്കുന്നത്. സ്റ്റീൽ ഫ്രെയിമുകളോടുകൂടിയ അത്യാധുനിക GI ഷീറ്റ് മേൽക്കൂരയായി ഉപയോഗിക്കും. കായിക താരങ്ങൾക്കും മത്സരങ്ങൾക്കും ആവശ്യമായ പവലിയൻ, കമൻട്രി ബോക്സ്, വിശ്രമമുറികൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക ശൗചാലയങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ 6 വ്യാപാര ശാലകൾ കൂടി ഇതിനോടൊപ്പം നിർമ്മിക്കും. 200 കാറുകളും 400 ഇരുചക്ര വാഹനങ്ങളും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കുന്നുണ്ട്. സുരക്ഷിതമായ കോമ്പൗണ്ടിംഗ് വാളും ശക്തമായ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പില്ലറുകളും ബീമുകളുമാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോൾ മൈതാനത്തിൻ്റെ കൃത്യമായ അളവുകളോടെ നിർമ്മിക്കുന്ന സ്റ്റേഡിയം കായിക മത്സരങ്ങൾക്കും വലിയ കലാപരിപാടികൾക്കും ഒരുപോലെ അനുയോജ്യമാണ്. ജനപ്രതിനിധികളായ SB രാജു, ലീലാവതി, അഡ്വക്കേറ്റ് ശോഭന, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമൻ ചന്ദ്രൻ, അസിസ്റ്റന്റ് സൂപ്രണ്ട് M. റഷീദ് എന്നിവർ സംസാരിച്ചു. എന്തായാലും മലമ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേഡിയം വൻ നേട്ടമായിരിക്കുമെന്ന് ജനങ്ങൾ പറഞ്ഞു. മാത്രമല്ല വിവിധ ജനപ്രതിനിധികളും ഈ അഭിപ്രായത്തോട് യോജിച്ചിരിക്കുകയാണ്. എന്തായാലും മലമ്പുഴക്കാരുടെ ഒരു ഭാഗ്യമാണ് ഈ സ്റ്റേഡിയം എന്നാണ് പലരും പറയുന്നത്. ഈ ഭരണകാലത്ത് ഏറ്റവും വലിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ കഴിഞ്ഞത് ഈ ഭരണത്തിൻ്റെ മികവ് തന്നെയാണ്
പ്രവർത്തകരും പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. ഏതായാലും ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ ഇത് നല്ലൊരു കാര്യമാണെന്നും ജനങ്ങൾ പറഞ്ഞു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.